നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് ഭാസ്കരൻ നായർ അജയൻ എന്ന ദേശസ്നേഹിയുടേത്. അദ്ദേഹം നമ്മുടെ സ്വാമി അയ്യപ്പനോട് ചില മതേതരർ ചെയ്ത അനീതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ച ചോദ്യങ്ങളും വിവരണങ്ങളും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. സ്വാമിയെ ശരണമയ്യപ്പ. ഭാസ്കരൻ നായർ അജയൻജിയുടെ പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു. ശബരിമലയെ ഹിന്ദുവിനെ തകർക്കാൻ നൌഷാദ് അലി എന്ന അഹിന്ദുവാണ് പൊതു താൽപര്യ ഹർജി എന്ന പേരിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും കേരള മാധ്യമങ്ങൾ അത് വാർത്തയാക്കില്ല. ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുക എന്നതാണ് ഇവരുടെയൊക്കെ ആവശ്യം കേട്ടോ. സുപ്രീം കോടതി പറയുന്നു, ശബരിമല PIL അഥവാ പൊതു താൽപര്യ ഹർജി ചവറ്റുകൊട്ടയിൽ തള്ളേണ്ടതായിരുന്നു. 2006 ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ടു കൊടുത്ത PIL-നെ സുപ്രീം കോടതി തന്നെ പൊളിച്ചടുക്കി. കോടതി പറഞ്ഞത് ഇങ്ങനെ: 1. ആ ഹർജി കോടതി പരിഗണിക്കാൻ പോലും പാടില്ലായിരുന്നു. 2. രേഖകൾ ചവറ്റുകൊട്ടയിൽ തള്ളേണ്ടതായിരുന്നു. 3. PIL ഇന്ന് പ്രൈവറ്റ് പബ്ലിസിറ്റി, പൈസ, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, ലിറ്റിഗേഷനായി മാറി. ജസ്റ്റിസ് നാഗരത്ന വക്കീലിനോട് ചീഫ് ജസ്റ്റിസ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നീ നിന്റെ പണി നോക്കടാ. ആർ യു ദ ചീഫ് പ്രീസ്റ്റ് ഓഫ് ദ കൺട്രി? നൌഷാദ് അലി ഈ രാജ്യത്തിന്റെ പുരോഹിതനാണോ? എന്തിനാണ് ഈ IPL ഫയൽ ചെയ്തത്? ദൈവത്തിനെ യുവതികളെ ഇഷ്ടമില്ലെന്ന് പറയാൻ നീ ആരാണ്? ചോദ്യങ്ങൾ ബാക്കി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിക്കുന്നു: 1. പത്രവാർത്തയും വെരിഫൈ ചെയ്യാത്ത രേഖകളും വെച്ച് എങ്ങനെ ഒരു വിശ്വാസത്തെ തകർക്കാൻ കോടതി അനുവദിച്ചു? 2. 2018 വിധിക്ക് അടിസ്ഥാനമായ 2006 PIL തന്നെ വേസ്റ്റ് ആണെന്ന് ഈ കോടതി പറയുമ്പോൾ ആ വിധിയുടെ നിലനിൽപ്പ് എന്ത്? 3. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ കേസിന്റെ ഉത്തരവാദികൾ ആരാണ്? 4. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്ത ചർച്ച ചെയ്യുന്നില്ല? ശബരിമല ഒരു വിശ്വാസമാണ്, ഒരു രാഷ്ട്രീയ നാടകമല്ല. 18 വർഷം കഴിഞ്ഞ് സത്യം പുറത്തു വരുമ്പോൾ കോടതി തന്നെ പറയുന്നു ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന്. വിശ്വാസത്തെ വെച്ച് പൈസയും പബ്ലിസിറ്റിയും ഉണ്ടാക്കിയവർ ഇനിയെങ്കിലും വിശ്വാസികളോട് മാപ്പ് പറയുമോ? അവസാനമായി കേരളത്തിന്റെ മതേതരത്വം നിലനിൽക്കാൻ BJPയെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തണം പോലും. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് BJPയാണ്. ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാർ എല്ലാവരും BJPക്കാർ. കൂടാതെ 21 സംസ്ഥാനങ്ങളിൽ BJPയോ അവരുടെ അലയൻസോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. ഇന്നേ വരെ ഭാരതത്തിൽ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മത സാമുദായിക സംഘർഷവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഹിന്ദുക്കൾ ചില പ്രത്യേക വിഭാഗത്തിനെ പേടിച്ചു തന്നെയാണ് ഭാരതത്തിൽ ജീവിക്കുന്നത്. കാശ്മീരിൽ ചിലർ ഭൂരിപക്ഷമാണ്. ഫലമോ 4 ലക്ഷത്തിലധികം ഹിന്ദുക്കൾ ആട്ടി ഓടിക്കപ്പെട്ടു. കൂടാതെ ചിലരുടെ നോമിനിയായിട്ടുള്ള ശ്രീ VD സതീശനെ മുഖ്യമന്ത്രിയായി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തപ്പോൾ ഈരാറ്റുപേട്ടയിൽ നമ്മുടെ സമുദായ നേതാക്കളായ ശ്രീ സുകുമാരൻ നായരെയും ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും ചീത്ത വരെ വിളിച്ചു. എന്റെ ചോദ്യം അതല്ല. ഇതേപോലെ ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാർ എല്ലാവരും അഹിന്ദുക്കളായിട്ടുള്ള ലീഗുകാർ, കൂടാതെ 21 സംസ്ഥാനങ്ങളിൽ ലീഗോ അവരുടെ അലയൻസോ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമായിരുന്നോ? എനിക്ക് ഈ കുറിപ്പെങ്കിലും എഴുതാൻ പറ്റുമായിരുന്നോ? നിഷ്കളങ്കരെ. എടോ, ഓരോ ഹിന്ദുവിന്റെയും കൺകണ്ട ദൈവമായിട്ടുള്ള ശബരിമല ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചിട്ട് നീ അറിഞ്ഞില്ല. നേരോടെ നിരന്തരം നിർഭയം പറഞ്ഞു നടന്ന തെമ്മാടികൾ ഉൾപ്പെടെയുള്ളവർ കണ്ടില്ല എന്ന് നടിച്ചുവെങ്കിൽ പരസ്പരം പോരടിച്ച് നടന്നോളൂ. ജാതിയുടെ പേരിൽ, പാർട്ടിയുടെ പേരിൽ വിദേശത്തു നിന്ന് ഹിന്ദുവിനെ തകർക്കാൻ വല്ല തെമ്മാടി പരിശകളും തന്ന അപ്പകഷ്ണങ്ങളും കഴിച്ച് ഹിന്ദുവിനിട്ട് തന്നെ കുത്തിക്കോ. അവസാനം ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് ഉടുമുണ്ട് പൊക്കി നോക്കി പോയിന്റ് ബ്ലാങ്കിൽ തീരാൻ ഹിന്ദുവിന്റെ ജന്മം ഇനിയും ബാക്കി. നിനക്ക് പറ്റുമെങ്കിൽ കോപ്പി ചെയ്ത് സ്വന്തം പേരിൽ പ്രചരിപ്പിച്ചാൽ മാത്രം പോരാ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 9 ഒരു പ്രത്യേക വിഭാഗം എല്ലാ ചിന്തകളും വെടിഞ്ഞ് ഒരേ ഒരു ലക്ഷ്യത്തിൽ വോട്ട് ചെയ്തത് മറന്നോ? അതുപോലെ സംഘടിച്ച് ശക്തരാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയനായിട്ടുള്ള ശ്രീ ഭാസ്കരൻ നായർ അജയൻജി പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.